ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്ന് വരാനിരിക്കുന്ന ഇവർ വിവാഹിതരായൽ എന്ന പരമ്പരയുടെ കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ കേട്ടാലോ. നമ്മുടെ ഭൂമിയുടെയും അജയുടെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. അപ്പൊ അതിനു മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെക്കുക കേട്ടോ. അതോടൊപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ സൗഭാഗ്യ അമ്മ മുത്തശ്ശി, നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി നമ്മുടെ അജയുടെയും അതുപോലെ അഞ്ജനയുടെയും വിവാഹ നിശ്ചയത്തിന്റെ തീയതിയൊക്കെ ജോത്സ്യനെ കണ്ട് കുറിപ്പിക്കുകയാണ്. പക്ഷെ അജയ്ക്ക് എന്ത് ചെയ്യണോന്നറിയില്ല. കാരണം എന്ന് വെച്ചാൽ അജയ്ക്ക് ഒട്ടും പറ്റില്ല. അഞ്ജന എന്ന് പറയുന്ന ഒരു ആ ഒരു ക്യാരക്ടറെ അജയുടെ മനസ്സിൽ പോലും ഇല്ല. കാര്യം മുറപ്പെണ്ണാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷെ അജയുടെ ഉള്ളിൽ പോലും അങ്ങനെ ഒരു ഇതേ ഇല്ല. കാരണം അഞ്ജനയുടെ ക്യാരക്ടർ വേറെ, അജയുടെ ക്യാരക്ടർ വേറെ. രണ്ടും ഒരുമിച്ച് പോവാന്ന് പറയുന്നത് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. അങ്ങനെ അജയ്ക്ക് എന്ത് ചെയ്യണോ അല്ലെങ്കിൽ മുത്തശ്ശിയോട് എന്ത് പറയണം ഒന്നും അറിയില്ല, ഒരു ഐഡിയ ഇല്ല. അഞ്ജനയും നമ്മുടെ ഭവാനിയാണെങ്കിൽ കിട്ടിയ അവസരം നോക്കി അങ്ങ് ആഞ്ഞ് ഗോളടിച്ച് കയറി പോവുകയാണ്. ഭവാനിയുടെ ഉള്ളില് നമ്മുടെ മറ്റേ ആ ഒരു ഗുണ്ട ഉണ്ടല്ലോ, കമാൽ എന്ന് പറഞ്ഞ അയാളെ നമ്മുടെ അച്യുതന്റെ പുറകെ വിട്ടിട്ട് നമ്മുടെ ഭൂമി അഭിരാമിയാണ് എന്നുള്ള വ്യക്തമായ ഒരു തെളിവ് ഭവാനിക്ക് കിട്ടുകയാണ്. അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല, ഭവാനി അപ്പോഴേക്കും കമാലിന് ഓർഡർ കൊടുക്കുകയാണ്, ഇനി ഒന്നും നോക്കണ്ട, രണ്ടിനെ അങ്ങ് തട്ടിയേക്കാനായിട്ടാണ് പറയണത്. അപ്പൊ അയാൾ അത് ഏറ്റിരിക്കുകയാണ്. അപ്പൊ ഇനി അച്യുതന്റെയും ഭൂമിയുടെയും ജീവിതത്തില് ഇനി എന്ത് വലിയൊരു ദുരന്തമാണ് വരാനിരിക്കുന്നത് നമുക്ക് അറിയില്ല അല്ലെ. കാരണം എന്ന് വെച്ചാൽ അവരെ കൊല്ലാൻ തീർത്തും രണ്ടുപേരെ തട്ടിക്കളയാൻ തന്നെ ഭവാനി ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ അഞ്ജന നമ്മുടെ ഭവാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മേ, അജയുടെ ഉള്ളിലെ ഒരു അംശം പോലും എന്നോടൊരു സ്നേഹമോ ഒരു പ്രണയമോ ഒന്നും അയാൾക്കില്ല. പക്ഷെ അങ്ങനെ വിടാനും പറ്റില്ലല്ലോ. എന്തായാലും അവന്റെ ഉള്ളിൽ ഇടിച്ചു കയറുന്ന രീതിക്ക് ഞാൻ ഒന്ന് ട്രൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഭവാനി പറഞ്ഞു, നിന്റെ ഐഡിയ അനുസരിച്ച് മോളെ നീ ഓരോ കാര്യങ്ങൾ ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ എത്രയും വേഗം നമുക്ക് ഈ വിവാഹം നടത്താൻ പറ്റുമോ. ഇനി അമ്മയുടെയൊക്കെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ അറിയാലോ നിന്റെ മുത്തശ്ശിയുടെ സ്വഭാവം. അതുകൊണ്ട് അത് മാറുന്നതിന് മുന്നേ തന്നെ ഈ വിവാഹം നടക്കണം. അമ്മ എന്നെ കുറിച്ച് എന്താ കരുതിയെന്ന് അഞ്ജന ചോദിക്കാന്. കാരണം മുത്തശ്ശിയുടെ ഒരു ഉറപ്പ് മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ അജയിനെ വരച്ച വരയിൽ നിർത്തും, അമ്മ കണ്ടോളാൻ അഞ്ജന പറയുന്നു. അങ്ങനെ അഞ്ജന അജയുമായിട്ട് കൂടുതലായിട്ടൊന്ന് അടുക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ അജയ് രാവിലെ പോലീസ് സ്റ്റേഷനിൽ വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അഞ്ജന ഒരു ബൊക്കെയൊക്കെ കൊണ്ടുവന്ന് ആ ടേബിളിന്റെ, അജയ് ഇരിക്കുന്ന ടേബിളിന്റെ, പോലീസ് സ്റ്റേഷനിൽ ആ ടേബിളിന്റെ ഇതിൽ വെക്കുകയാണ്. എന്നിട്ട് ഒരു ഇതൊക്കെ എഴുതി, ഒരു ലവ് ഫീലിങ്സ് തോന്നുന്ന എന്തോ ഒരു ഓട്ടോഗ്രാഫ് പോലെയൊക്കെ എഴുതി അതിൽ വെക്കുന്നുണ്ട്. അപ്പൊ അജയ് രാവിലെ തന്നെ വന്ന് അജയുടെ ക്യാബിനിൽ കയറി ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു ബൊക്ക എടുത്ത് നോക്കിയിട്ട് അതിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ അഞ്ജനയാണെന്ന് മനസ്സിലായിട്ടോ. അജയ് അത് എടുത്ത് ഒരു ഒറ്റ ആ ഡോറിന്റെ ഭാഗത്തോട്ട് എറിയുന്നു. അപ്പോഴേക്കും നമ്മുടെ അഞ്ജന കയറി വരെയാണ്. അപ്പോഴേ അഞ്ജലിക്ക് അങ്ങ് വല്ലാണ്ടാവുകയാണ്. അപ്പൊ അജയ് പറഞ്ഞു, ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല, ഇത് ഒരു പോലീസ് സ്റ്റേഷനാണ് അഞ്ജന, നീ ഇവിടെ അങ്ങനെയൊന്നും വന്ന് ചെയ്യുന്നത്. കാരണം മറ്റു എന്റെ കീഴുദ്യോഗസ്ഥന്മാര് എനിക്ക് ആ ഒരു വില തരുള്ളൂ, അതുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. അയ്യോ അജയ് അങ്ങനെ പറയില്ലേ, എനിക്ക് അജയിനെ കാണണ്ടേ, ഞാൻ എത്ര നേരം എന്ന് വെച്ചാൽ വീട്ടിലിരിക്കണേ. അതുമല്ല അജയ് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ അജയ് പറഞ്ഞു, നീ എന്നെ ചീറ്റ് ചെയ്തില്ലേന്ന് ചോദിച്ചു. അപ്പൊ അഞ്ജന പറഞ്ഞു, അജയ് എന്നെ മനസ്സിലാക്കണം, മുത്തശ്ശീനെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അമ്മ പ്രത്യേകം പറഞ്ഞു, മുത്തശ്ശിയെ എതിർത്ത് ഒരു കാര്യം പറയാനോ ചെയ്യാനോ പാടില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട, അജയ് തന്നെ പറ, അന്നത്തെ ആ സിറ്റുവേഷനിൽ ഞാൻ എന്ത് പറയണമായിരുന്നു. അപ്പൊ അജയ് പറഞ്ഞു, നീ അല്ലേ എന്നോട് വാക്ക് പറഞ്ഞത്, എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാന്നൊക്കെ നീ അല്ലേ പറഞ്ഞത്, എന്നിട്ട് നീ അവസാനം കാല് മാറിയില്ലെന്ന് ചോദിക്കും. അപ്പൊ അഞ്ജന പറഞ്ഞു, അജയ് എന്നെ മനസ്സിലാക്കും പ്ലീസ്, കാരണം മുത്തശ്ശിയെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എന്തായാലും അജയ്ക്ക് ഇപ്പൊ എന്നെ സ്നേഹിച്ചെന്ന് പറഞ്ഞ് വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ, എനിക്ക് എന്താ ഒരു കുറവുള്ളത് എന്നൊക്കെ ഇങ്ങനെ അഞ്ജന ചോദിക്കുന്നത്. അഞ്ജന പ്ലീസ് പ്ലീസ്, എനിക്ക് നിന്നെ ആ ഒരു ടോണിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാണാൻ പോലും എനിക്ക് പറ്റില്ല, നീ എന്നെ മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അജയ് ദേഷ്യപ്പെട്ട് ഓരോന്നും പറയണ്ട കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഭൂമി പതിവ് പോലെ തന്നെ ഭൂമിയുടെ ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ തുറക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ തുറന്ന് രാവിലത്തെ പരിപാടിയും ചെറുകടിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ നോക്കുന്ന സമയത്ത് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരെയാണ്.
അങ്ങനെ അത് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജനയും കൂടെ അജയുടെ ക്യാബിനിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഭൂമി കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അഞ്ജനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നീ അഞ്ജനയ്ക്ക് ചായ വേണോ കോഫി വേണോ എന്ന് ചോദിച്ചു. പിന്നെ നിന്റെ കോഫി കുടിക്കില്ലല്ലേ എന്റെ പണി എന്നിങ്ങനെ അഞ്ജന പറയുന്നുണ്ട്. ഈ വൃത്തികെട്ട ചായ കുടിച്ചേ എന്തെങ്കിലും അസുഖം പിടിക്കുമെന്ന് പറയാം. അപ്പോഴേക്കും അജയ് ഭൂമിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കാനിട്ട് അഞ്ജനയുടെ സംസാരം ഭൂമിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അജയ് വലിയ മൈൻഡ് കൊടുക്കാണ്ടിരിക്കുകയാണ്. എന്നിട്ട് അജയ്ക്കുള്ള ചായ ടേബിളിൽ വെക്കുകയാണ്. അപ്പം അജയ്ക്ക് മനസ്സിലായി അഞ്ജനയ്ക്ക് എന്തായാലും ഭൂമിനെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. കാര്യം എന്താന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരു അടിയോടുകൂടി തന്നെ ഭൂമി എന്താണെന്നുള്ള ഒരു ഐഡിയ അഞ്ജനയ്ക്ക് ഉണ്ട്. അപ്പൊ ഒന്ന് എരിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് അജയ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അജയ്ക്ക് ഭൂമി കൊണ്ടുവച്ച ചായ എടുത്തു കുടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഈ അഞ്ജന വന്നിട്ട്, അജി ഈ ഒരു ചായ ഒന്നും കുടിക്കില്ല, ഇതിൽ വല്ല പോയിസൺ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭൂമി ദേഷ്യപ്പെട്ടിട്ട് ചോദിച്ചു, അതെ ഞാനേ ഇത്രയും നാളായി ഇവിടെ ചായ കോഫിയും ചായയൊക്കെ കൊടുക്കുന്നു, ഇവിടെ എന്റെ ചായ കുടിച്ച് ഇവിടെ ആർക്കും പോയിസൺ ഒന്നും പിടിപെട്ടിട്ടില്ല എന്ന് പറയും. അതെ അജയ് എന്തായാലും ഈ വൃത്തികെട്ട ടീ കുടിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചായ ഗ്ലാസ്സെ പിടി എടുത്ത് അപ്പുറത്തോട്ട് അങ്ങ് എറിയടോ, ജനലിന്റെ അങ്ങോട്ട് എറിയുന്നു. ഭൂമിക്ക് വല്ലാണ്ടായിപ്പോയി. അജയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പാടില്ല. അജയ് പതുക്കെ തന്നെ ഭൂമിനെ വിളിക്കും. ഭൂമിനെ വിളിച്ച്, ഭൂമി ഒരു മിനിറ്റ് ഇങ്ങ് വാന്ന് പറയും. എന്നിട്ട് അഞ്ജനേനെ അവിടെ തന്നെ നിർത്തേണം കേട്ടോ. എന്നിട്ട് വിളിച്ചോണ്ട് പോകും. ഭൂമിക്ക് അങ്ങനെ വല്ലാണ്ട് വിഷമിക്കുന്നു. ഭൂമി ഇതിനൊക്കെ പ്രതികരിക്കുന്ന ഒരാളാണ്. പക്ഷെ അജയിനെ ഓർത്ത് മാത്രം അഞ്ജനെ വെറുതെ വിട്ടതാണ്. എന്നിട്ട് അജയ് വിളിച്ചിട്ട് പറയാം, ഭൂമി എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു ഹെൽപ്പ് ചെയ്യണം. എന്താ സാറേ, എന്ത് ഹെൽപ്പാ വേണ്ടതെന്ന് പറയാം. അപ്പൊ പറയും, അതെ നീ അവളുടെ മുന്നിൽ എനിക്ക് വേണ്ടിയിട്ടൊന്ന് അഭിനയിക്കണം. അഭിനയിക്കാനോ, എന്താ? അപ്പൊ പറയും, നിനക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമ്മൾ തമ്മിൽ ഭയങ്കര അഫെയർ ആണ്, നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒന്ന് ആക്ട് ചെയ്യണം. സാർ എന്താ ഈ പറയണേ? ഭൂമി ചോദിക്കൂട്ടോ. അപ്പൊ അജയ് പറയും, പ്ലീസ് എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നീ ഒന്ന് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ ആ കുരിശിനെ ഞാൻ എടുത്ത് തലയിൽ ചുമക്കേണ്ടി വരും. നീ ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യും പ്ലീസ്, ഒരു ഹെൽപ്പ് അല്ലേ ഞാൻ ചോദിച്ചോളൂ. അപ്പൊ അഞ്ജന രണ്ടും കൽപ്പിച്ച് അഞ്ജന എന്നിട്ട് നേരെ അജയ് ഇരുന്ന സ്ഥലത്തോട്ട് പോകട്ടോ. അപ്പൊ അജയ് അങ്ങോട്ട് വരുന്നില്ല. എന്നിട്ട് ചെല്ലും, കയറി ചെന്നിട്ട് ആ ചായ ഗ്ലാസ് അവിടെ മറ്റേ വേറൊരു ഗ്ലാസ് ഉണ്ടല്ലോ അതെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് പറയും, നീ ഇപ്പൊ കാണിച്ചതിന് ഞാൻ അന്ന് തന്ന മരുന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ഭൂമി പറയും. അപ്പോഴേക്കും അഞ്ജന പതുക്കെ കവിളിൽ ഇങ്ങനെ തിരുമോട്ടോ, കാരണം കഴിഞ്ഞ ദിവസം കിട്ടിയ അടി മറന്നിട്ടില്ല. അപ്പോ ഞാൻ അതിന് തരാത്തത് ഇവിടെ അജയ് സാർ ഇരുന്നത് കൊണ്ട് മാത്രം. പിന്നെ നിന്റെ അടുത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് അജയ് സാറിനെ ഒരുപാട് ഇഷ്ടമാണ്, തിരിച്ച് അതിനേക്കാളേറെ അജയ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പോവുകയാണ്, അതിനെ തടസ്സമായിട്ട് അങ്ങനെ നീ നിന്നാണ്ടല്ലോ എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു കേട്ടോ. അഞ്ജനയ്ക്ക് അങ്ങോട്ട് വല്ലാത്തൊരിതായി പോയി. അവളുടെ വായിന്ന് തന്നെ അങ്ങനെ കേൾക്കുമ്പോ ഓൾറെഡി ഭൂമിയായിട്ട് അഫെയർ ആണ് എന്നുള്ളത് നമ്മുടെ അജയ് അഞ്ജനയുടെ അടുത്ത് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി, അഞ്ജന തലേന്ന് ഊരി പോകാൻ വേണ്ടിയിട്ടാണ് അജയ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഭൂമിയും കൂടെ പറഞ്ഞപ്പോ അഞ്ജനയ്ക്ക് ശരിക്കും ഇവര് തമ്മിൽ എന്തോ അഫെയർ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവേണേ. അങ്ങനെ അഞ്ജനയ്ക്ക് ദേഷ്യം വരെയാണ്. ദേഷ്യം വന്നിട്ട് അഞ്ജന അവിടെ നിന്ന് ഇറങ്ങി പോകാൻ കേട്ടോ. ഇറങ്ങിപ്പോയി നേരെ ഭവാനിയായിട്ട് സംസാരിക്കുന്നു, കരയാണ്. അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അജിക്ക് ഒരു ഇഷ്ടം പോലും എന്നോടില്ല, അവന്റെ മനസ്സ് മൊത്തം അവളാ. അപ്പം ഭവാനി ചോദിക്കും, നീ ആരുടെ കാര്യം ഈ പറയണേ? ആരുടെ കാര്യമെന്നോ? ആ ഭൂമിയുടെ കാര്യം. അമ്മ കണ്ടോ, മിക്കവാറും അവര് തമ്മിലായിരിക്കും വിവാഹം നടക്കാൻ പോണേ. അവന് ഒരിറ്റ ഇഷ്ടം പോലും എന്നോടില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ? ഞാൻ അങ്ങോട്ട് എത്ര ഇടിച്ചു കയറി ചെന്നിട്ടും അവന്റെ മനസ്സിലൊന്ന് കയറി പറ്റാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അവൻ എന്നെ കാണുമ്പോ തന്നെ എന്തോ ഒരു ഇഷ്ടക്കുറവ് പോലെയൊക്കെയാണ് അവൻ കാണിക്കുന്നത്. അവള് പിന്നെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അവനും അവളും തമ്മിൽ ഇഷ്ടമാണ്, ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോണെന്ന്. ഇനി എന്താ അമ്മ ചെയ്യണേ? അപ്പോഴേക്കും ഭവാനി പറയും, മോൾ അവളുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, അവളുടെ കാര്യത്തിന് വേണ്ടതെല്ലാം ഈ അമ്മ ചെയ്തോളാം എന്നിങ്ങനെ ഭവാനി ഒരു ക്രൂവൽ മൈൻഡോട് കൂടി ഇങ്ങനെ പറയണ കേട്ടോ. അപ്പം ഭവാനിയുടെ മകളാണല്ലോ അഞ്ജന, അഞ്ജനയെ വിട്ടുകൊടുക്കോ? എനിക്കറിയാം അമ്മ എന്താ വേണ്ടെന്നുള്ളത്. ഈ അഞ്ജന ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ച അത് നേടിയിട്ടേ അഞ്ജന അടങ്ങുള്ളൂ, അത് അമ്മയ്ക്ക് അറിയാലോ എന്ന് അഞ്ജനയെ ഒരു ഭീഷണി സ്വരം മുടക്കേണ്ട കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ അഞ്ജന പറയുന്നുണ്ട്, അവന് ഇപ്പൊ അഭിരാമി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൻ അവളെ കല്യാണം കഴിക്കത്തുള്ളായിരുന്നു എന്ന്. അപ്പോഴേക്കും അഞ്ജന പറയും, ഓ ഇനിയിപ്പോ എങ്ങാനും ഇനി ഏതെങ്കിലും ഒരു കാലത്ത് അഞ്ജന തിരിച്ചു വന്ന അതിനു മുന്നേ നമ്മുടെ കല്യാണം, എന്റെ അജയുടെയും കഴിയാൻ എനിക്ക് സമാധാനം ഉണ്ടല്ലോ. അപ്പോഴേക്കും ഭവാനി ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. അപ്പൊ അഞ്ജന ചോദിക്കുന്നുണ്ട്, ഇനി എങ്ങാനും അവൾ എപ്പോഴെങ്കിലും ഇനി തിരിച്ചു വരുമോ അമ്മേ, അഭിരാമി എങ്ങാനും? അപ്പോഴേക്കും നമ്മുടെ ഭവാനിക്ക് അറിയാം അഭിരാമി മരിച്ചിട്ടില്ല എന്നും അവള് ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിയാൻ കേട്ടോ.
അപ്പൊ നമ്മുടെ കമാൽ ഇതേ സമയം നമ്മുടെ നമ്മുടെ ഭവാനി പറഞ്ഞ അനുസരിച്ചിട്ട് അച്യുതനെയും മകളെയും ഒരുമിച്ച് ഒരേ തട്ടിൽ തന്നെ തീർക്കാനായിട്ടുള്ള എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്ത് വരെയാണ്. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല, ആകെ ഒരു വല്ലാത്തൊരു ഇതുപോലെ. അങ്ങനെ നമ്മുടെ അച്യുതനാണെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി പോലും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കാര്യം വേറൊന്നുമല്ല, ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ ജീവന് ആപത്ത് വരും. ഭവാനി ഇതറിഞ്ഞു കഴിഞ്ഞാൽ, അഭിരാമിയാണ് ഈ കുട്ടി ഭൂമി എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകളെ വകവരുത്താനുള്ള എന്തെങ്കിലുമൊക്കെ അവള് ചെയ്യും എന്നുള്ള കാര്യം നമ്മുടെ അച്യുതന് ഓർമ്മ മനസ്സിൽ ഇങ്ങനെ ഓർത്തോർത്ത് വരെയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ ജീവൻ പോകും. എനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, പക്ഷെ എൻ്റെ മകളുടെ ജീവൻ ഒരു ആപത്തും സംഭവിക്കരുത് എന്ന ഒരു രീതിയിൽ അച്യുതൻ ആകെ വേവലാതിപ്പെട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ഭൂമിക്ക് എന്തെങ്കിലും അപകടം വന്നിരുന്നാൽ തന്നെയും ഭൂമിനെ സഹായിക്കാനായിട്ട് ഇനി അജയ് മുൻപന്തിയിലുണ്ടാവും. കാരണം വേറൊന്നുമല്ല, ഒരു ഹെൽപ്പായിട്ടാണ് ഭൂമിയുടെ സഹായം ചോദിച്ചു എങ്കിലും ഒടുവില് ഭൂമിയെ മനസ്സുകൊണ്ടൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങും നമ്മുടെ അജയ്. അവര് തമ്മിലുള്ള ഒരു ഇഷ്ടം വരെയാണ്. അങ്ങനെ നമ്മുടെ ഭൂമി പോലും അറിയാണ്ട് ഭൂമിയുടെ അച്യുതന്റെ ആ അസുഖത്തെ കുറിച്ച് അജയ് അറിയുകയും അത് ഡയറക്റ്റ് അല്ലാണ്ട് തന്നെ നമ്മുടെ അജയ് ആ അച്യുതന് വേണ്ട ഓപ്പറേഷനും മറ്റു ട്രീറ്റ്മെന്റിനും വേണ്ട പൈസയൊക്കെ ഭൂമി അജയ് നേരിട്ട് അല്ലാണ്ട് കൊടുക്കുന്ന പോലെ അതൊക്കെ കൊടുത്ത് സഹായിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ പുതിയ വിശേഷങ്ങൾക്കായിട്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഹൈപ്പും മറന്നുപോലെ കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇത് ഞാൻ കൃത്യം 1 മണിക്കാണ് നമ്മുടെ ഇവർ വിവാഹിതരായാൽ സുമി മുഫാസ് മൻസലിൽ ഇടുന്നത്. രാത്രി 7 മണിക്ക് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ പ്രൊമോ, നാളെ വരാനിരിക്കുന്ന പ്രൊമോ ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ.